പാലക്കാട് നടന്ന കലുങ്ക് സംവാദത്തിനിടെ നപുംസകം പരാമർശവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വ്യക്തിപരമായ ഒരാവശ്യങ്ങൾക്കും കലുങ്ക് സംവാദം പരിഗണിക്കില്ല എന്നും അത് വെച്ച് കൊയ്ത്ത് നടത്താമെന്ന് മാക്രികൾ വിചാരിക്കേണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പാലക്കാട് ചെത്തല്ലൂരിൽ നടന്ന കലുങ്ക് സംവാദത്തിലാണ് പരാമർശങ്ങളുണ്ടായത്. ഇത് പ്രജാരാജ്യമാണ്, പ്രജാരാജ്യം. പ്രജകളാണ് ഇവിടുത്തെ രാജാക്കന്മാർ. ഇത്രയും കാലം ഇത് പറഞ്ഞപ്പോൾ മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക. പാലക്കാട് മൊത്തം ജില്ല തന്നെ കേരളത്തിന്റെ അന്നപാത്രമാണ്. ഇനി കഞ്ഞിപ്പാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ചില നപുംസകങ്ങൾക്ക് അന്നപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വരുമെന്ന് എനിക്കറിയത്തില്ല. പാവപ്പെട്ടവന്റെ മുമ്പിൽ കഞ്ഞിപ്പാത്രമേ ഉള്ളൂ കേരളമേ. മനസ്സിലാക്കിക്കോളൂ, സമ്പന്നവർഗം കൂടി മനസ്സിലാക്കിക്കോളൂ. പാലക്കാട്ട് എസ്പെഷ്യലി പാലക്കാട് നിയോജക മണ്ഡലത്തിലും അതുപോലെ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലും വിജയിച്ച് കയറാൻ കഴിയാത്തതിന്റെ വലിയ ഒരു ദുഃഖം ഈ സംഘി തമ്പ്രാക്കന്മാർക്ക് എപ്പോഴുമുണ്ട്. ഇവരൊക്കെ ഇന്നും തമ്പ്രാൻ ആണ്, താനൊക്കെ തമ്പ്രാനാണ്, ബാക്കിയുള്ളവരൊക്കെ തങ്ങളുടെ അടിമകളാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രജാരാജ്യമാണ് എന്ന് പറയുന്നത് പ്രജാരാജ്യമാണ്? ആരാണ് ഇവിടുത്തെ രാജാവ്? താനാണോ ചെമ്പുഗോപി? അതോ തൻ്റെ തലതൊട്ടപ്പൻ നരേന്ദ്രമോദിയാണോ? ഇവനൊന്നും ഞങ്ങൾക്കാർക്കും രാജാക്കളല്ല. ഞങ്ങളാരും ആരുടെയും പ്രജകളുമല്ല. ഞങ്ങൾ തന്നെയാണ് രാജാവ്. പാലക്കാട് വിജയിച്ച് കയറാൻ കഴിയാത്തതിന്റെ ചൊറിച്ചില് അത് പാലക്കാട് നിന്ന് വിജയിച്ച് കയറുന്ന ആളുകളുടെ മേലും അവരെ വിജയിപ്പിച്ചു വിടുന്ന പാലക്കാട്ടുകാരെയും ഒക്കെ ഇത്തരത്തിൽ നപുംസകങ്ങളാക്കിക്കൊണ്ട് അവരെ ചിത്രീകരിക്കുന്നത് അത് തൻ്റെ സംസ്കാരം അങ്ങനെ ആയതുകൊണ്ടാണ്. തന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചത് എന്താണെന്നറിയില്ല, പക്ഷെ തൻ്റെ സംസ്കാരം ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് അങ്ങനെയാണ്. തന്നെ കാണാൻ വരുന്നവര് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ തൻ്റെ അടുത്ത് ഈ പറയുന്ന ഗോപിയുടെ അടുത്ത് ചെല്ലുന്ന പാവങ്ങള് അവരെയൊക്കെ ആട്ടി പറഞ്ഞു വിടുക, എന്നിട്ട് അവരോടൊക്കെ ദേഷ്യപ്പെടുക, ആരുടെയും ഒരു വ്യക്തിപരമായ ഒരു കാര്യവും ചെയ്തു കൊടുക്കില്ല എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ പിന്നെ താനൊക്കെ എന്തിനാണോ മന്ത്രിയായത്? വ്യക്തിപരമായ കാര്യങ്ങൾ ആർക്കും ചെയ്തു കൊടുക്കില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? RSSകാർക്ക് മാത്രമാണോ? അതോ ഹിന്ദുക്കൾക്ക് മാത്രമാണോ? ആർക്കാണ് ചെയ്തു കൊടുക്കുന്നത്? അതൊന്നും മനസ്സിലാക്കി തരണം. വ്യക്തിപരമായ ആർക്കും ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പോ കലുങ്ക് സംവാദമാണ്. എന്താണ് കലുങ്ക് സംവാദം കൊണ്ട് ഈ വിഡി, ഈ കുഷ്മാണ്ഡൻ, ഈ രാജാവ് എന്ന് അവൻ തന്നെ ധരിക്കുന്നുണ്ട്. പക്ഷെ ഇവനിക്ക് ജനങ്ങളുടെ മനസ്സിൽ ഒരു രാജാവിന്റെ സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. പാലക്കാട് അപ്പോ നിങ്ങൾ ചോദിക്കും, പിന്നെ എങ്ങനെയാ ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് എന്ന്. തൃശ്ശൂരിൽ ജയിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളരെ വ്യക്തമായ കാര്യമാണ്. തൃശ്ശൂരില് 1,14,000 വരുന്ന പുതിയ വോട്ടുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചേർക്കപ്പെട്ടത്. അതായത് 10% വോട്ടിങ്ങിലാണ് വർധനമുണ്ടായത് തൃശ്ശൂരില്. ആ തൃശ്ശൂരില് ഈ 1,14,000 വോട്ട് പുതുതായി ചേർക്കപ്പെട്ട തൃശ്ശൂർ മണ്ഡലത്തില്, പാർലമെന്റ് മണ്ഡലത്തില്, ആ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ച് കയറുന്നത് വെറും 74,000 ചില്ലറ വോട്ട്. 75,000 വോട്ടിനാണ് വിജയിച്ച് കയറുന്നത്. ആ 75,000 വോട്ട് എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് വോട്ടുണ്ടായ സുരേഷ് ഗോപിക്കും കുടുംബത്തിനും എല്ലാവർക്കും, സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്കടക്കം തൃശ്ശൂരിൽ വോട്ടായി. അങ്ങനെ കൊല്ലത്ത് വോട്ടുണ്ടായ സുരേഷ് ഗോപിയുടെ സഹോദരന്റെ കുടുംബാംഗങ്ങൾ, സഹോദരന്റെ മച്ചമ്പിമാര്, അങ്ങനെ അവരുടെ ഡ്രൈവർമാര്, അവരുടെ അടുക്കള പണിക്കാര്, അവർക്ക് മൊത്തം വോട്ട് തൃശ്ശൂരായി. അങ്ങനെ സംഘികളുമായി സുരേഷ് ഗോപിയുമായി ബന്ധമുള്ള, സംഘ് പരിവാറുമായി ബന്ധമുള്ള എല്ലാ ആളുകൾക്കും തൃശ്ശൂരിൽ വോട്ടുണ്ടാക്കിയതാണ്. അങ്ങനെയാണ് 75,000 വോട്ടിന് ജയിച്ചത്. അവിടെ നിങ്ങൾ പരിഗണിക്കേണ്ട രണ്ട് വിഷയമാണ്. ഒന്ന്, സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം, അത് വെറും 75,000 എന്നുള്ളത് മാത്രമാണ്. രണ്ടാമത്തെ കാര്യം, തൃശ്ശൂരിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ട് എന്ന് പറയുന്നത് 1,14,000 ഈ 75,000 കഴിഞ്ഞ് ബാക്കിയുള്ള വോട്ട് അവിടെ സാധാരണ ഒരു മണ്ഡലത്തിൽ ഉണ്ടാവുന്ന വേരിയേഷന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് അത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ആളുകൾ സംഘപരിവാറിന് വേണ്ടി അവർ വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നുള്ള പരിപാടി തന്നെയാണ് നടത്തിയത്. അതല്ലാതെ തൃശ്ശൂരുകാരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ
പാലക്കാട് വലിയ സ്വാധീനമാണ് സംഘപരിവാറിന്, പാലക്കാട് വലിയ ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടും പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ച് വിജയിക്കാൻ കഴിയാത്ത ഇവന്മാർക്ക് ചൊറിച്ചിലുകൾ നല്ലോണമുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെയും അതുപോലെ രാഹുലിനെ വിജയിപ്പിച്ചു വിട്ടവരെയും ഒക്കെ നപുംസകങ്ങളായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാല് അവരൊക്കെ ആണും പെണ്ണും കെട്ടവനാണെന്നാണ് ഈ രാജാവ് പറയുന്നത്. രാജാവായിട്ട് തൻ്റെ വീട്ടിലുള്ളവരോട് മാത്രം പെരുമാറിയാൽ മതി. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് താനൊന്നും ഒരു മൈരുമല്ല എന്ന് മാത്രമേ ഉള്ളൂ. പാലക്കാട്ടെ ജനത എന്ന് പറയുന്നത് രാഷ്ട്രീയമായി വളരെ വലിയ പ്രബുദ്ധരാണ് എന്നുള്ളതാണ്. അവിടെ താങ്കളെ പോലെയുള്ള അല്ലെങ്കിൽ താങ്കളുടെ ഇത്തരത്തിലുള്ള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് യാതൊരുവിധ സ്പേസും ഇല്ല എന്ന് പാലക്കാട്ടെ ജനം വീണ്ടും തെളിയിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ പാലക്കാട്ട് വിജയിച്ച് കയറാനാവാത്തതിന്റെ ചൊറിച്ചില് അത് അവിടെ വിജയിച്ച് കയറുന്ന രാഹുൽ മാങ്കൂട്ടം, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടമാണ് അവിടുത്തെ MLA. അപ്പോ വിജയിച്ച് കയറിയ രാഹുലിനെയും അതുപോലെ രാഹുലിന് വോട്ട് ചെയ്തവരെയും ഒക്കെ ചൊറിഞ്ഞ് അവരെ നപുംസങ്ങളും അവരെ അധിക്ഷേപിക്കുകയും അവരെ പരിഹസിക്കുകയും ഒക്കെ ചെയ്ത് തൻ്റെ കൂടെ ഇങ്ങനെ മുന്നിൽ വന്നിരിക്കുന്ന ഈ ചാണകം തിന്നുന്ന മൂത്രം കുടിക്കുന്ന കുറെ ഈ പറയുന്ന സംഘിക്കുട്ടന്മാരുടെ കയ്യടിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവൻ പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കഞ്ഞിപ്പാത്രം മാത്രമേ ഉള്ളൂ, അതിവിടുത്തെ പാവങ്ങളുടെ മുന്നിൽ കഞ്ഞിപ്പാത്രം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഈ പാവങ്ങളുടെ മുന്നിൽ കഞ്ഞിപ്പാത്രം മാത്രമേ തന്നെ ഉള്ളൂ. പക്ഷേ താങ്കളുടെ മുന്നിൽ ഉണ്ണാൻ വേണ്ടി, ഊണ് കഴിക്കാൻ വേണ്ടി, ചോറ് വിളമ്പാൻ വേണ്ടി ഇലയിട്ടാലും ആ ഇല ടിഷ്യൂ പേപ്പർ കൊണ്ട് കഴിക്കണം താങ്കൾക്ക്. അവിടെയും തീരുന്നില്ല. ഒരു സാധാരണക്കാരൻ ഒന്ന് വന്ന് കൈ തന്നാൽ അല്ലെങ്കിൽ അവനൊന്ന് കൂടെ നിൽക്കാൻ തുടങ്ങിയാൽ അവരെ തട്ടി മാറ്റിക്കൊണ്ട് ആ കൈ മിനറൽ വാട്ടറിൽ കഴുകണം. ഇതാണ് താങ്കളുടെ രീതി. അപ്പോ പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവൻ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന ചെമ്പു ഗോപിയൊക്കെ ഉദ്ദേശിക്കുന്നത് ഇവനൊക്കെ വലിയ രാജാവും ബാക്കിയുള്ളവരൊക്കെ പ്രജാരാജ്യമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്, പ്രജകളുടെ രാജ്യം. ഈ പ്രജകളുടെ രാജ്യമാകുമ്പോൾ ഇവിടെ ആരാണ് രാജാവ്? പ്രജാരാജ്യമാകുമ്പോൾ രാജാവ് ഉണ്ടാവണമല്ലോ. ആരാ രാജാവ്? ഈ പറയുന്ന നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഈ വെട്ടുകാലി മമ്മുഞ്ഞായിട്ടുള്ള സുരേഷ് ഗോപിയോ? ഇവനൊക്കെയാണോ രാജാവ്? എന്തിനു കൊള്ളാം ഇവനെയൊക്കെ? നിങ്ങള് ഈ തൃശ്ശൂരിലെ ഈ പറയുന്ന ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുമ്പത്തെ ഒരു വിഷുക്കാലം നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. ആ വിഷുക്കാലത്ത് ഇങ്ങനെ പുതിയ നോട്ടുകൾ കൊണ്ടുവന്ന് വിഷു കൈനീട്ടം എന്നുള്ള രീതിയിൽ കൈനീട്ടം കൊടുത്തുകൊണ്ട് തൻ്റെ കാല് നീട്ടി വെച്ചുകൊണ്ട് ആ വിഷു കൈനീട്ടം വാങ്ങുന്നവരെ കൊണ്ട് തൻ്റെ കാല് തൊട്ട് വന്നിപ്പിക്കാൻ മാത്രം തയ്യാറെടുത്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രാജാവ്. എന്നിട്ട് ഇവനാണ് പാലക്കാട്ടെ ജനതയെ ഇങ്ങനെ അവഹേളിക്കുന്നത്. പാലക്കാട്ടെ ജനത, എൻ്റെ പൊന്നു ഗോപി മനസ്സിലാക്കിക്കോ, പാലക്കാട്ടെ ജനതയ്ക്ക് ഒരു തെറ്റ് സംഭവിക്കില്ല. അത് കേരളത്തിലെ ജനതയ്ക്ക് സംഭവിക്കില്ല. കേരളത്തിലെ ജനതയ്ക്ക് ഇന്നും തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തൃശ്ശൂരിലെ ജനതകൾക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. അവിടെ ഇത്തരത്തിൽ കള്ള വോട്ടുകൾ ചേർത്ത് വോട്ട് ചോരി നടത്തിക്കൊണ്ടാണ് ഈ പറയുന്ന വിദ്വാൻ വിജയിച്ചു കയറിയിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് കാണിക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഗോപി അങ്ങനെ തന്നെ പറയുകയാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് താങ്കളെ വിജയിച്ച് കയറ്റിവിട്ട ജനതയ്ക്ക് താങ്കൾ അവിടെ നിന്ന് തിരിച്ചിറക്കാനും അറിയാമെന്നുള്ള കാര്യം മറന്നു പോകണ്ട. അവിടെ നിന്ന് തിരിച്ചിറക്കാനും കഴിയും. ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മരണം വരെ ആ വിജയപേരിയിൽ കയറിക്കൊണ്ട് അതേ സ്ഥാനത്ത് തുടരാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. താങ്കളുടെ കാലാവധി എന്ന് പറയുന്നത് വെറും 5 വർഷത്തെ കാലാവധി മാത്രമാണ്. ആ 5 വർഷത്തെ കാലാവധി മാത്രമാണ് താങ്കൾക്കുള്ളത്. അതുകൊണ്ട് ആ വലിയ വ്യാമോഹങ്ങളൊന്നും ഇവിടെ ഇറക്കണ്ട. അതൊന്നും അത്ര നല്ലതിനാവില്ല. വിജയിച്ച് കയറിയതൊന്നും നേരായ വഴിയിലൂടെയല്ല, എല്ലാം പിടിച്ചു പറിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തൃശ്ശൂർ സ്വന്തമാക്കിയതും അത്തരത്തിൽ ഒരു പിടിച്ചുപറി നടത്തിക്കൊണ്ട് തന്നെയാണ്, അവിടെ വോട്ട് കൊള്ള നടത്തിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിലെ ഒരു ജനതക്കും തൃശ്ശൂരുകാർക്ക് തെറ്റുപറ്റി എന്നുള്ള ഒരു അഭിപ്രായം പോലും എനിക്കില്ല. അവിടെ തൃശ്ശൂരുകാർക്ക് തെറ്റുപറ്റിയിട്ടില്ല, തൃശ്ശൂരുകാർ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ താങ്കൾ അറിയാത്ത, തൃശ്ശൂരുകാരറിയാത്ത പല ആളുകളും അവരുടെയൊക്കെ വീടിൻ്റെ അഡ്രസ്സിൽ ആ വീട്ടുകാരായി മാറിക്കൊണ്ട് അവിടെ ഈ ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അതിന്
തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സംഘിക്കുട്ടന്മാർ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. അപ്പോ പാലക്കാട്ടുകാരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ മാത്രം ഇങ്ങനെ പല്ലിളിച്ച് കാണിച്ച് അപഹസിക്കരുത് എന്നുള്ള ഒരു അപേക്ഷ മാത്രമുണ്ട് താങ്കളോട്. പാലക്കാട്ട് ജനത പാലക്കാട് എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ അന്നപാത്രമാണ് എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ പാലക്കാട് മാത്രമല്ലടോ ഗോപി ഈ കേരളത്തിന്റെ അന്നപാത്രം. ഓരോ നാടും ആ നാട്ടിനുള്ള അന്നപാത്രം തന്നെയാണ്. അതല്ലാതെ പാലക്കാട് മാത്രം കേരളത്തിന്റെ അന്നപാത്രമാണ് എന്നുള്ള ആ തരത്തിൽ പാലക്കാട്ടുകാരെ വീണ്ടും കബളിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റി. താങ്കൾ പറയുന്ന പാവങ്ങളുടെ മുന്നിൽ കഞ്ഞിപ്പാത്രമുണ്ട് എന്ന് പറയുമ്പോൾ താങ്കളുടെ മുന്നിൽ എന്താണ് ഉള്ളതെന്ന് താങ്കൾ ആലോചിക്കണം. ഉണ്ണാൻ വേണ്ടി ചോറ് വിളമ്പാൻ വേണ്ടി ഇലയിടുമ്പോൾ അത് തുടക്കാൻ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്ന താങ്കൾ പാവങ്ങളുടെ കഞ്ഞിപ്പാത്രം, താങ്കളുടെ മുന്നിൽ ചോറുണ്ണാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഇല തുടക്കാനുള്ളത് ടിഷ്യൂ പേപ്പറാണ്. പാവങ്ങളുടെ കഞ്ഞിപ്പാത്രത്തെ കുറിച്ച് സംസാരിക്കാൻ താങ്കൾക്ക് എന്ത് യോഗ്യതയാവുള്ളത് എന്ന് താങ്കളൊന്ന് ആലോചിക്കണം. പാവങ്ങളെ ഒന്ന് ഷെയ്ക്കാൻഡ് നൽകിയാൽ അവർക്കൊന്ന് കൈ കൊടുത്താൽ താങ്കൾ മിനറൽ വാട്ടറിൽ കൈ കഴുകി വൃത്തിയാക്കുന്ന താങ്കൾക്ക് ഈ പാവങ്ങളെ കുറിച്ച് പറയാൻ എന്ത് അർഹതയാണുള്ളത് എന്ന് താങ്കൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ താങ്കൾക്കും താങ്കളുടെ പ്രസ്ഥാനത്തിനും വിജയിച്ച് കയറാൻ കഴിയാത്ത നാടിനെ, ആ നാട്ടുകാരെ മറ്റൊരാളെ വിജയിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ ആ വിജയിച്ച വ്യക്തിയെയും അവർക്ക് വോട്ട് ചെയ്ത വ്യക്തികളെയും ഒക്കെ ഇത്തരത്തിൽ നപുംസകങ്ങളായി ചിത്രീകരിക്കുന്നത് എന്ത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് കൂടി ഈ പറയുന്ന ഗോപി തമ്പുരാൻ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു.